ഹലോ ഗൈസ്, ഗെയിം സ്പൈസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ നോക്കിയിട്ടുള്ളത് പുതിയൊരു ഗെയിം ആയിട്ടാണ്. ഗെയിമിൻ്റെ പേരാണ് ഓഷൻ ഈസ് സോ. ബേസിക്കലി ഇതൊരു സർവൈവൽ ഗെയിമാണ്. നമ്മൾ ഈ സർവൈവൽ ഗെയിംസ് കളിക്കും, പ്ലെയിനിൽ വന്നിറങ്ങി ബോട്ടിൽ വന്ന് ചാടി അങ്ങനെ ചാടി ഇങ്ങനെ ചാടി അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മളത്. നമ്മളിപ്പോൾ എങ്ങനെയോ ഈ ഐലൻഡിൽ പെട്ടുപോയി. അപ്പോൾ നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെ എന്തോ ആണ്. പ്രത്യേകിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം നമുക്ക് കളിച്ചു നോക്കാം. പിന്നെ കളിക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യാനാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ടാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഇത് ഞാനൊരു സ്റ്റാർട്ടിങ് നോക്കിയതാണ് മേലുള്ളത്. അത് നമുക്ക് ന്യൂ ഗെയിം നോക്കാം. ന്യൂ ഗെയിം. അപ്പോൾ ഇതിൽ നമുക്ക് 4 സ്ലോട്ടുകൾ വരെയുണ്ട് ഗെയിം. ഇത് പിന്നെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വായിച്ചു നോക്കാം. മുന്നോട്ട് പോകാനും കല്ലെടുക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇത് കാണിക്കാനും അതന്നെയുള്ളൂ. പിന്നെ ഇൻവെൻട്രി സാധനങ്ങൾ വെക്കാൻ ഡ്രോപ്പ് പിന്നെ ഡ്രസ്സ് ചായപാത്രം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റിസോഴ്സസ് മൈന് ഫൈബർ പിന്നെ മൃഗങ്ങളെ ഹണ്ടിങ് ഒക്കെ ഉണ്ട്. മീൻ പിടുത്തം ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കിണറുണ്ട്, ബിൽഡിങ്സ് നമ്മുടെ ഇത് നമ്മുടെ എന്താ പറയുക കൊളരിയ എന്തൊരു സാധനം അതൊക്കെ ഉണ്ട്. വെപ്പൺസ് വെപ്പൺസ് റിപ്പയർ ചെയ്യാം. AK-47 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയെ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഹെൽപ്പേഴ്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞുള്ളത് ഒരു 25 വുഡ് ഒപ്പിക്കാനാണ്. നമുക്ക് നോക്കാം. വേഗം 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 യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ. മുഴന്ത് നമുക്ക് ആദ്യം തീർത്ത 25 വേണം. എന്ത് ഫൈബർ അറിയില്ല, ആരാന്ന് ഫൈബർ അതന്നല്ല ഫൈബർ അതന്നെ ഫൈബർ. നമ്മൾ വുഡ് കളക്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ആവേശത്തോടെ വുഡ് കളക്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കളക്ട്. ഇതിപ്പോൾ രാവിലെ 11:10 ആയിട്ടുണ്ട്. പെട്ടെന്ന് സമയം പോകുന്നത്. പിന്നെ വെള്ളം നമ്മുടെ ഇതിൻ്റെ നൈസിൻ്റെ വെള്ളം കുപ്പിയ നമ്മ അങ്ങനെ മരം വെട്ടി നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ് കംപ്ലീറ്റ്. ഇനി സ്റ്റോൺ 5 നമുക്ക് 5 സ്റ്റോൺ കളക്ട് ചെയ്യാം. ഈ സ്റ്റോൺ കളക്ട് ചെയ്യാൻ വേറെ വേണ്ടി വരും തോന്നണം. നമ്മുടെ പിക്കാസ് കഴിവന്നെ. കല്ലെടുക്കണമെങ്കിലും മരം വെട്ടണമെങ്കിലും കത്തിയുണ്ട്. കത്തി എന്ന അടയാളത്തിലോട്ട് ചെയ്യും. നമ്മൾ 2 ലെവൽ 2 ആയി. എനിക്കില്ലേ എന്തുണ്ടെങ്കിലും നമ്മുടെ കത്തി ഉണ്ട്. നമുക്ക് കല്ല് വെട്ടണമെങ്കിൽ കത്തി ഉണ്ട്, പിന്നെ മരം വെട്ടണമെങ്കിൽ കത്തി മതി. എല്ലാം കൊണ്ടും കത്തി അത് നല്ലത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. പ്രോഗ്രസ് നമുക്ക് മറ്റേ പിക്കാസും കൂടി. അടുത്തത് സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കാനാണ് അടുത്ത ക്വസ്റ്റ്. ഫസ്റ്റത്തത് സ്റ്റോൺ അറ്റാച്ചിട്ട് മറ്റേ ആക്സ്, രണ്ടാമത്തത് സ്റ്റോൺ പിക്കാസ്. അപ്പം നമുക്ക് പിക്കാസുകൾ വന്ന് പിക്കാസ് സെറ്റാക്കി ചെയ്തോ. ഇനി അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ വുഡ് വേണം. നമുക്ക് നമ്മുടെ ആക്സ് എടുക്കാം. ആക്സ് എടുത്തു. മരം വെട്ട് അച്ചാലും വെട്ട്. ഭയങ്കര സ്പീഡാണ്. വേഗം വിട്ട് വേഗം ഫാസ്റ്റ്. ഉണ്ടാവും ഇല്ല, ഇനിയും വേണം. കഴിഞ്ഞ ഇതാണ് കുഴപ്പം. ഇതിനൊന്നും ഒരു ഇതില്ലെന്നേ.
ഞങ്ങൾക്കൊരു ഇതില്ല. വേഗം 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 വിട്ട് 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 വെട്ട് വെട്ട് വെട്ട്. ഇത് ക്രാഫ്റ്റ് ചെയ്യും. ഇതിലപ്പോ റൈഫില് ടർബൈന് എൻ്റെ മൊത്തത് ഒരു യുദ്ധത്തിനുള്ള സാധനങ്ങളുണ്ട് എല്ലാം കൂടിയിട്ട്. പുറത്ത് ഫുഡ് ഐറ്റംസ്, ഇതിൽ ഷർട്ട് അല്ല മറ്റേത്, ഇതിൽ വീടുണ്ടാക്കാനുള്ളത്, ഇത് വണ്ടി ഉണ്ടാക്കാനുള്ളത്, ഇൻവെൻട്രി. ചെക്കൻ സ്റ്റീമോനെ 6 പാക്ക് ഒക്കെ ആയിട്ട് ഇവൻ്റെ 6 പാക്ക്. പിന്നെ ഇൻബോക്സ് ഒന്നുകൊണ്ട് ചായപ്പൊടിയൊക്കെ നെയ്യുണ്ട്. മസീനല്ലേ സ്റ്റോൺ വികാസ് ഉണ്ടാക്കി. ഈ ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ്, ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. അതിന് 6 സ്റ്റോൺ വേണം. അയ്യോ എത്ര വേണ്ട, ഒരെണ്ണം മതി. 4 സ്റ്റോൺ കൂടി, 6 അല്ല 4 സ്റ്റോൺ കൂടി. സ്റ്റോണിൽ നമ്മുടെ ഇൻഫിനിറ്റി സോഴ്സ് എത്ര വട്ടം ഏറിയ. അയ്യോ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാനറിയാണ്ട് മരത്തുമ്പിട്ടിട്ട് അടിച്ചത്. അപ്പം അതാണ് ഉണ്ടായത്. അയ്യോ കൂടി ഉണ്ടാവില്ല. ഇപ്പോൾ കിട്ടുന്നുണ്ട്. ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. നമുക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കണം, ഇത് പ്ലേസ് ചെയ്യാൻ പറഞ്ഞു. നമുക്കിത് ഇവിടെ പ്ലേസ് ചെയ്യാമല്ലോ. നമുക്ക് ഈ കടലിൽ നിന്ന് അൻപി കൊണ്ടുപോയി കടലേ എന്തു വലിയ കടലാന്ന് നോക്കിയ. 6 അടി വലിപ്പമുള്ള കടൽ, 6 അടി വലിപ്പവും 7 അടി നീളമുള്ള കടൽ. അത് പഠിച്ചോ. അപ്പോൾ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാമല്ലോ. പ്ലേസ് ചെയ്തു യൂസ് ചെയ്യാം. ഗിൽഡ് ചിക്കൻ, ഗിൽഡ് മീനൊക്കെ ഉണ്ടിട്ടാ. ഫ്യൂവലായിട്ട് മരം വെച്ച് കൊടുത്താൽ മതി. സ്റ്റാർട്ട് കുക്കിങ്. എല്ലാം ഉണ്ട്. ഗ്രിൽഡ് പോംബ്രറ്റ്, റാബിറ്റ് മീറ്റ്, ഗ്രിൽഡ് മീറ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനമുണ്ട്. നമുക്കൊരു പഴം കിട്ടിയിട്ടുണ്ട്, പഴം തിന്നാം. പഴം തിന്നപ്പം എന്തോരാ കയറിയത്. അതുണ്ടാവണയില്ലേ. ഡണ്ണ്. ഇനി സെക്കൻഡ് ഉണ്ട്. അതിൽ നമ്മളോട് കുറച്ച് ക്ലോത്തല്ല കയറുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കയറാണ് വേണ്ടത് അതിന്? 3 കയറ്. നമുക്ക് ഇതിൽ പോകണം, 2 എടുക്കണം. ഓക്കെ, പൗ അങ്ങനെ ഫാസ്റ്റായിട്ട് നമ്മൾ കളിച്ച് പോകുന്നതല്ല. ഇത് കംപ്ലീറ്റ് ആയി. ഇനി 3 ക്ലോത്തും കൂടി മതി. ക്ലോത്ത് 3 ഉണ്ടാക്കണേ. 15 ഫൈബർ വേണം. ഫൈബർ ഇതുമെന്നാണ് നമ്മൾ കിട്ടുന്നത്. ഇതുവരെ അങ്ങനെ കിട്ടിയുള്ളൂ. ഫൈബർ 2 കിട്ടി. ഫൈബർ എന്താണ് ഈ ഫൈബർ നീ തരാത്ത്? ഇങ്ങനെ ഒരു മരം ഡിപ്ലീറ്റായാലും ടിപ്ലിമയിലും ഫൈബർ ഇട്ടൊന്നും തോന്നില്ല. ഈ മരം വെട്ടാം. ഇതിൻ്റെ മേലക്കൊക്കെ കയറിക്കൂടെ വെട്ട്. ഫൈബർ 2 ഫൈബർ ആവശ്യത്തിനുള്ള ഫൈബർ ആയി തോന്നുന്നു. 3 ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബാഗ് ഇപ്പോൾ തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. ബാഗ് എടുത്തു. ക്രാഫ്റ്റ്. അതിന് 30 സെക്കൻഡ് സമയം ഒരുപാട് വേണം. നമുക്കൊരു കിണറുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിണറുണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? കിണർ. ഇത് വലിയ ബാഗ് ഉണ്ടോ? ലാർജ് ബാഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനും വലിയ ബാഗ്, മുതുക്കൻ ബാഗ്. സീനാണല്ലോ ഇത്. എല്ലാ തന്നെ സാധനങ്ങളും ഉണ്ടല്ലോ. കണ്ടോ? സ്വെറ്റ്, ഗ്രവല്, എക്സ്പ്ലോസീവ്, ലാർജ് ബാഗ്. ഇതപ്പോൾ മീഡിയം ബാഗ് ആയിരിക്കും. ടൂറിസ്റ്റ് ബാഗ്, സ്മോൾ ബാഗ്. നമുക്ക് ഇതുണ്ടാവണം, വർക്ക് ബെഞ്ച്. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നറിയില്ല, എന്നാലും ഇരിക്കട്ടേന്ന്. വെറുതെ ഇരിക്കല്ലേ. നമ്മൾ നോക്കിയില്ല. കിണറുണ്ടാക്കാൻ എന്തൊക്കെ വേണം? 2 കയ്യറ്,
അപ്പോഴും 2 കയർ വെട്ടു. ഫൈബർ തരൂ. ഫൈബർ ഫൈബർ അറിയോ വേണ്ട. കഴിഞ്ഞ് കഴിച്ചിലായി. ഇത് കഴിച്ചിലായി. ഇനി അടുത്ത കഴിച്ചിൽ മരത്തേക്ക് പോകാൻ നോക്കാം. ഇവിടെ വെട്ടി വെട്ടി വെട്ട് 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 വെട്ട വെട്ട് മുനീറേ വെട്ട്. മുനീർ വെട്ടി കഴിഞ്ഞ്. സുബ്ഹാനല്ലാഹ്, ഇത്ര ആക്കിയിട്ടും 3 റോപ്പേ കയറിയിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് 8 റോപ്പാക്കി. 8 റോപ്പല്ല വേണ്ടത്, 2 റോപ്പും 40 കല്ലും ആക്കിയിട്ട് ഇപ്പം വരാം. ഹലോ ഗായ്സ്, നമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെല്ലാം വെല്ലുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വെല്ലുണ്ടാക്കാം. ഞാൻ വെല്ലുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനാവശ്യമുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഇൻഫിനിറ്റി സോഴ്സിൽ നിന്ന് എടുത്തത്. നമുക്കത് തീർന്നു പോവില്ല. അവിടെ എന്താടാ ഒരു മറ്റേ ഇത് ഗുഹക്കുള്ളിലേക്കൊരു വീടല്ല. വീട് പോലില്ല, തണല് പോലെ അവിടെ. താൽക്കാലം ഇപ്പോൾ പോകുന്നുണ്ടോ ഇനി അവിടെ വല്ല എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ മുഞ്ചു. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ പോകണം. കുറച്ച് വെപ്പൺസൊക്കെ ആയിട്ട് കാണുന്നു. എവിടെ നമ്മുടെ ക്യാമ്പ് ഫയർ ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചത്. ക്യാമ്പ് ഫയർ കാണാനില്ല. പത്രത്തിൽ കൊടുക്കേണ്ടി വരും. എൻ്റെ ക്യാമ്പ് ഫയർ കാണാണ്ടായിരിക്കുന്നു. എവിടെ നീ കാണൂലോനെ താക്കണവിടെ കള്ളം പോയെന്ത് പേടിപ്പിച്ച്. നമുക്കപ്പോൾ കിണർ ഉണ്ടാക്കാനാ പറഞ്ഞല്ല. നമുക്ക് കിണർ ഉണ്ടാക്കിയിട്ടുണ്ട്. കിണർ ഇവിടെ വെക്കുക. തിരി വെച്ചിട്ടുണ്ട്. കിണറെന്താവോ വെള്ളമാവണമെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്നല്ലോ, ആവശ്യം വരും. നമ്മളോട് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെവൽ 5 ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കുണ്ട പേടി. ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകിച്ച് പേടിയൊന്നും വേണ്ട. എന്നാലും ഇത് ഉപയോഗിച്ചാലേ ഇല്ലല്ല, നമുക്ക് ഇത് തന്നെ വെട്ടാം. ഈ അടുത്തുള്ള മരങ്ങൾ വെട്ടണം നല്ലതാ. പ്രത്യേകിച്ച് രാത്രി നമ്മൾ ഈ തന്നെ നിന്നിട്ടുള്ളൂ, ഇതിനപ്പുറം പോയിട്ടില്ല. പറയാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്ത് വല്ല പുലിയ പട്ടിയ പൂച്ച എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പുറത്തെന്താ ഏവറേജ് ഇൻവെർട്ടറി ബോക്സ്. ഈ സാധനം ഉണ്ടാക്കാം നമുക്ക്. എന്താ നൈറ്റ് ടേബിള്, കോഫി ടേബിള്, ഡ്രസ്സർ, വാർഡ് ബോർഡ്, ഇത് രണ്ടും ഒന്നല്ലേ. ബെഡ്, ഡബിൾ ബെഡ്, അത് നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കാം. എന്താ റൗണ്ടഡ് ടേബിള്, വെറുതെ ഒരു രസം. നമുക്ക് സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിട്ട് എവിടെ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയില്ലേ. നമ്മൾ ഉണ്ടാക്കാൻ വെച്ചില്ല, സോറി. 30 സെക്കൻഡ് വേണം അതിന്. അതുവരെ നമുക്ക് ഇവിടെ ഈ കടലൊക്കെ ഒന്ന് ചാടി കണ്ടിട്ടില്ല. നമുക്ക് കടലിലാട്ടിക്ക് പോവാം. മീൻ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നു. പോളണ്ട.
ആ ആ ഇപ്പം പോയില്ലെങ്കിൽ ഞാൻ പോവും. ഏയ് ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ നേരെ മേലോട്ട് പോയിക്കോളും. അങ്ങനെയാണ് ഒന്നീ ഈ കടലേ എന്തുണ്ടാവും കടലിനെ വിളിക്കണം. ഇത് നമ്മളെ ഇത് പോകാൻ പറഞ്ഞ സമയത്ത് പോയില്ലെങ്കിൽ പിന്നെ ഇത് പോവും. അല്ല നമ്മൾ പോവും. പിന്നെ നമ്മൾ മേലോട്ടാണ് പോകും. അപ്പം അത്ര റിസ്ക് നിൽക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നതായിരിക്കും. അതുവരെ റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ അടുത്തതുള്ളത് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന്. ഇനി ചിലപ്പോൾ കംപ്ലീറ്റ് അല്ല റിസോഴ്സസാ. ഇനി അല്ലെങ്കിൽ ചില റാഫ്റ്റ് ഗെയിമുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിൽ ചില ആൾക്കാരൊക്കെ തന്നെ സേഫ് ആയി നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ആരെങ്കിലും ആണോന്നും അറിയില്ല. ഒന്ന് കയറി നോക്കി വെക്കാം. ഇപ്പോഴല്ല ചേട്ടാ, ഇപ്പം കയറി നോക്കിയിട്ട് കാര്യമില്ല. ഇനി എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുഞ്ചും. നമുക്ക് വെള്ളം കുടിക്കുന്നത് ദാറ്റ് ഈസ് എ ഗുഡ് അവൻ വുഡൻ സ്റ്റോറേജ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ഇൻവെൻട്രിയിൽ നിന്ന് എടുക്കാം. ഇൻവെൻട്രി എടുക്കുക. അത് തരാം. നമുക്ക് ആക്സസ് ബാഗ് എക്സ്ട്രാ സോൾട്ട് കിട്ടി. നന്നായി. സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പല്ല കേട്ടോ. ഓക്കെ സ്ലോട്ട് സോൾട്ടേ മിക്കപ്പോഴും ഇത് മാത്രം തെറ്റിപ്പോകും. അങ്ങനെ നമ്മൾ അതും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഈ മൂന്നാമത്തെ ഡേ പ്ലാങ്ക് വുഡന് മൊത്തം വുഡാണല്ലോ. നമ്മൾ എത്ര വുഡുണ്ട് ബാലൻസ് ഇതിൽ പോയ ഇതിലെന്തൊക്കെ ഉണ്ട്? ടാനിങ് റാക്ക്, ക്യാമ്പിംഗ് ബാഗ്, ലെതർ ബൂട്ട്. ഇത് നമ്മൾ നോക്കിയതാണല്ലോ. അപ്പം നമുക്ക് ഈ വുഡ് ഉണ്ടാക്കാം. അത് റണ്ണിന് വേണ്ടത് 15 ഉണ്ടാക്കാണ്ടാവോ? 8 ഉണ്ടാക്കാണ്ടാവുള്ളൂ. 8 കഷ്ടം നമുക്കുണ്ടാവും. ഇത് നമ്മപ്പാക്കൂലേ? വെട്ട് നമുക്കുണ്ടല്ലേ. നമ്മളിവിടെ ഫുള്ളും മരം കൊണ്ടല്ലേ കളി. ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, എന്നാലും വെറുതെ വെട്ടല്ലേ. നീ 8 ഉണ്ടാക്കിയില്ലേ? 15. 8 15 കുറച്ച് എത്ര ഇട്ടാവും? ബാക്കി 6 വേണം. 5 7 കറക്റ്റ് 7 അപ്പോൾ നമുക്ക് ഈ മരം കൂടി വെട്ടാം. ഇതിലൊരു കുഡുള്ളത് ഇതൊക്കെ നല്ല കാര്യങ്ങളുള്ളത് ഇതൊക്കെ. മിക്ക ഗെയിമുകളിൽ പോയാലും മരം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം ഉണ്ടാവുള്ളൂ. അതായത് ഒരു ടെക്സ്ചറിലുള്ള മരം മാത്രമേ മുറിക്കാൻ പറ്റൂ. പിന്നെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെ കേട്ടോ. ഇത് നമുക്ക് ഈ കാണുന്നത് മരമായി തോന്നല്ല, നമുക്ക് മുറിക്കാം. അതൊരു നല്ല കാര്യമാണ്. നമുക്കപ്പോൾ തോന്നണല്ല മരങ്ങളാന്ന് തോന്നണല്ല നമുക്ക് മുറിക്കാം. അപ്പം നമുക്ക് വലിയ മരം വിചാരിച്ചാണ് മുറിക്കാം. അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. നേരെ അവിടെ പോവാം. എന്തോ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാക്കിയത് ഇനി ഇത് 2 അതുണ്ടാക്കാൻ വേഗം ഉസൈൻ ബോൾട്ടിൻ്റെ വേഗത്തിൽ ഓടണേ. കഞ്ഞെള്ളം കുടിച്ചില്ല വേൻ. എനക്കൊക്കെ രാവിലെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പോയി കൂട്ടാ. അവിടെ എത്തി. ഇനി നമുക്ക് ഉണ്ടാക്കണം. ഇത് ഫൗണ്ടേഷൻ. അയ്യോ, അടുത്തത് ഇതല്ലേ. ഇതും ഉണ്ടാക്കണം, വാതിലും ഉണ്ടാക്കണം. വാതിലിനൊക്കെ തോന്നുന്നു കയറ് ആവശ്യം വരുമെന്ന്. വാതിലിന് കയറ് ഇല്ല. അപ്പം എത്ര 33 മരം വേണം. ദാറ്റ്സ് എ ഹ്യൂജ് കണക്ക്. അയ്യോ, ഇതല്ല വേണ്ടത്. 33. ഇത് 33 കലോ.
66 മരം വേണം. എത്ര മരമായി? ഇപ്പം 12 എണ്ണമായിട്ടുണ്ട്. 12 അതുപോലെ 66 അപ്പം ഇതൊരു നടക്കുമാണ് ഇതില്ല. അപ്പം ഞാൻ ആ 66 തെങ്ങെടുത്തിട്ട്, തെങ്ങല്ല, മരം എടുത്തിട്ട് വരാം. അപ്പം അതുവരെ ബ്രേക്ക്. വിൽ ബി ബാക്ക് അഗെയിൻ. നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ആണ് നമ്മൾ 66 വുഡ് ഉണ്ടാക്കാനുള്ളത്. 68 ഉണ്ടാക്കി വന്നിട്ട് 1 മിനിറ്റ് വേണം അതിന്. ഫുള്ള് മറ്റേ വുഡ് പ്ലാങ്ക് ഒക്കെ വരാൻ. അപ്പോൾ ഞാൻ നോക്കിയതിലിപ്പോൾ ഈ നമ്മൾ ഈ ക്വസ്റ്റ്യകൾ പൂർത്തിയാക്കുന്നതോടെ നമുക്ക് ഈ ലീഡ് കിട്ടും. അതായത് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇത് കിട്ടും. അതായത് ഇപ്പം നേരിട്ട് അത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അതിലേക്ക് പോയാൽ മതി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലീഡ് കിട്ടും. അത് നല്ലതാണിത്. അപ്പോൾ നമ്മളോട് വുഡൻ്റെ ഇത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്ലാറ്റ്ഫോം. അതായത് നമ്മുടെ വീട് പണിയാൻ വീട് ഇത് ഇവിടെ പണിയാം. ഈ ഭാഗത്തേക്ക് വെക്കാം. ഇവിടെ ആകുമ്പോൾ നമുക്കൊരു പ്ലെയിൻ ഇതുണ്ട്. അത് ഇവിടെ അല്ല, കയ്യിലുണ്ടോ?
ഉണ്ട് 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 ഉണ്ട്. എവിടൊക്കെ പോണേ? ഇത് വലിച്ചെടുത്ത് വെക്കണം. ആദ്യം നമുക്ക് ഫസ്റ്റ് വെക്കുക. ആ വീടിന് തറക്കല്ലിട്ടുണ്ട്. ഒരു പഴം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ പഴം കഴിക്കാം. കിട്ടുന്നത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഒരുമിച്ച് കഴിച്ചു. പേടിയാണ്, അതിൽ എമർജൻസിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതായി ഇത് രണ്ടും ഉപയോഗിക്കാനുള്ള സാധനങ്ങളായി വരുന്നുണ്ട്. എവിടെ? ആ പഴം നല്ല കേട്ടോ. ഏർലി ഗെയിമിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ പഴം നല്ലതാ. നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കാം. നമ്മളിതിലിപ്പോൾ ഒരു മൊത്തത്തിലിപ്പോൾ സർവൈവ് ചെയ്ത് കഴിയും. ഇനി നമുക്ക് അങ്ങനെ പേടിക്കുന്ന ആവശ്യമില്ല. ഇനി നമ്മൾ ലോങ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ മാത്രം പേടിച്ചാൽ മതി. ഇനി നമുക്ക് ലെതർ സാധനങ്ങളൊക്കെ കിട്ടാം. ലെതർ വേണം ഇനി. നമുക്ക് ലാർജ് ബാഗ് കിട്ടി. അതെന്താ വേണ്ട? 10 ക്ലോത്ത്, പിന്നെ ഒരു 7 റോപ്പ്. 7 റോപ്പ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയേക്കാം. നോക്കിയേക്കാം. ഇത് അടിപ്പിക്കണം. ഞാൻ ആ ക്ലിച്ച് നോക്കിയേക്കാം. ഇത് നമ്മൾ വെട്ടിയതാന്ന് തോന്നുന്നു. ഇല്ല, ഇത് വെട്ടിച്ചില്ല. വെട്ടിപ്പൊളിക്കാനെ. ഇതിന് മറ്റേ പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററൊന്നും ഇല്ല. നമ്മൾ ഈ ഇപ്പോൾ എന്താ പറയുക, മുറിച്ച മരങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ അത് കാണിക്കണമെന്നില്ല. മരം മുറിച്ചാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയിട്ട് വെട്ടി നോക്കണം, ഒന്നാണ് മനസ്സിലാവുള്ളൂ. അതൊരു ഇത് ബാഗ് ഉണ്ടാക്കണം. ബാഗ് എൻ്റെ കയ്യിൽ ബുക്കും പലതര സാധനങ്ങളുമുണ്ട്. ആ സാധനം നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ലോങ് ജേണി പോവാം. അതാകുമ്പോൾ കുറച്ച് സ്റ്റോറേജും കിട്ടും. ഇതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ വെക്കപ്പോ? പിന്നെ നമുക്ക് ചാർക്കോൾ കിട്ടിയിട്ടുണ്ട്. ചാർക്കോൾ ഞാൻ നമ്മുടെ 66 വുഡ് കളക്ട് ചെയ്യാൻ പോയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു സ്റ്റോൺ കണ്ടു. അപ്പോൾ ഞാൻ ആ സ്റ്റോണ് മൈൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇത് എന്താ പറയുക, നമ്മുടെ ഈ ചാർക്കോള്. അപ്പം ഞാനതവിടെ വെച്ചു. നമ്മുടെ ഒരു പിക്കാസ് മറ്റേ ആക്സ് പൊട്ടി. പിന്നെ ഞാൻ കുറച്ച് ഇതുണ്ടായി. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ചില്ലറ പണികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ യൂസ് എന്താ? 50 വുഡ്, ടാനിങ് റാക്ക്, അറിയില്ല. ഇത് കണ്ടിട്ട് ലെതർ ഉണ്ടാക്കാനെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിൽ പോയിട്ട് ഇതൊരെണ്ണം. ഇതിന് 10 സെക്കൻഡുള്ളൂ. മറ്റേത് 33 ഉണ്ടാക്കാൻ 1 മിനിറ്റാണ്. ഈ ക്രാഫ്റ്റിംഗ് മിനിറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നു. തറവിട്ട് അയ്യോ 49 വുഡാ. സുബ്ഹാനല്ലാഹ്. കുറേ നോക്കാം. 8 മിനിറ്റ് വേണം ഒരെണ്ണം ഉണ്ടാക്കാനാണ്. ഞാൻ കൃത്യം കണക്കെടുത്തിട്ട് ഇവിടുന്ന് പോയത്. എന്നിട്ട് പറയാ 900 വേണം അത്രേ. എന്തിനാ 50 ഡോളറാക്കിയിട്ട് തൊള്ളയിലൊക്കെ ഇടയ്ക്ക് കയറ്റി അടയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ട്. എനിക്ക് വയ്യവനെ കൊണ്ട്. നമുക്ക് നമ്മുടെ വീടിൻ്റെ വാതിൽ വെക്കാം. നമുക്ക് നേരെ വീടിൻ്റെ വാതിൽ വെക്കാം. നമ്മുടെ വീടിൻ്റെ വാതിൽ വെക്കൽ ചടങ്ങുകളിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മുടെ വീടിന്
തറക്കല്ലിട്ടു. ഇനി അമ്മ വീടിന് വാലൊക്കാൻ പോണു. അല്ലാഹു അക്ബർ അല്ലാഹ്. അങ്ങനെ വീട് വെച്ചു. അൽഹംദുലില്ലാഹ് വാല് വെച്ചു. അതെ, ഇതെന്താ? ഓ ഗൈസ്, അങ്ങനെ നമ്മളൊരു വീട് വെച്ചു. എന്നൊക്കെ കണ്ട് നമുക്ക് ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി അറിയില്ല. നമ്മളിതിങ്ങനെ തുറന്ന് ഉള്ളിൽ കയറും, എന്നിട്ട് തിരിയാം, എന്നിട്ട് ഇത് അടച്ച് ഒരുത്തന്നെ നമ്മളെ പിടിക്കാൻ പറ്റില്ല. അച്ഛത് ടെക്നോളജി. അയ്യോ, നമ്മൾ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലാട്ടാ. നമുക്ക് വാലറിഞ്ഞ് തുറക്കണം, അല്ലെങ്കിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല. 4 സൈഡും പൂട്ടിട്ടിരിക്കേ. അങ്ങനെ മതി. എന്നോടാ ഗെയിം സ്പൈസിനോടാ അത്രോ ഗെയിം സ്പൈസിനോടാ കളികൾ. എൻ്റെ കളികളൊന്നും നടക്കില്ല മോനെ. അങ്ങനെ നമ്മ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് സ്റ്റോൺ ഫർണാസ്, പിന്നെ മെറ്റൽ സ്പിയർ, അങ്ങനെ ഇങ്ങനെ അങ്ങനെ 4ാമത്തെ ഡേ. നമുക്ക് 4ാമത്തെ ഡേയിൽ ഫർണാസ് ഉണ്ടാക്കണം. ഫർണാസ് ഉണ്ടാക്കാലോ. ഫർണാസിന് എന്താ വേണ്ടത്? ഇതെന്ത് സാധനോ ഇതാവശ്യമുണ്ട്. ഇത് നോക്കാം നമുക്ക്. പിന്നെ ഞാനിവിടെ ഡേറ്റ് ആന കണ്ടിരുന്നു. എന്ത് ഭംഗിയാ നോക്കിയാൽ നമ്മുടെ വീട് അവിടെ ഇരിക്കുന്നത്. അവിടെ എവിടെയോ ഞാനൊരു വീട് കണ്ടിരുന്നു. വീടല്ല, മാന കണ്ടിരുന്നു. മാന നോക്കിയിട്ടും വരാം. അവിടെ പറഞ്ഞില്ല ശരി തൊടാ. ഞാൻ മറ്റേ നൂട്ടല് ഇറ്റാച്ചി വീണ് അകലെന്നവരെ കേൾപ്പിടിക്കും. എന്നെങ്ങാണ്ട് നവതിയായിരുന്നു, ഓടാണ്ട് നവതിയായിരുന്നു. പ്ലീസ് ഓടരുത്. ഓടി ഞാൻ കരയും. ക്ലിച്ച് എന്താണെന്നറിയില്ല. പോണില്ല. ഞാനൊന്നും ചെയ്യില്ല. ഞാനെന്നാ ടെക്കിന് വെട്ടും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മീറ്റിൻ്റെ സൂപ്പ് അതാ കിട്ടിയത്. 5 കിട്ടി. ലെതറും കിട്ടി, ഫുഡും കിട്ടി. നമുക്ക് നേരെ ഡിയറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ട്. വേണ്ട, പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം. പിന്നെ കയറാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയെന്ന്. നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു എന്ന്. ടെസ്റ്റിങ്ങിലേക്ക് മനസ്സിലായത് അത്ര നിസ്സാര സ്ഥലമല്ല. സ്റ്റാർട്ടിങ്ങിൽ അത് അത്ര ഡേഞ്ചറൊന്നുമല്ല. സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതില്ല, നമ്മുടെ ഇതില്ലേ, റിസർച്ചുകളില്ലേ, അങ്ങനെ റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഐലൻഡ് ആദ്യം ആൾ താമസം ഉണ്ടായിരുന്നൊരു ഇതായിരുന്നു. പിന്നെ എന്തോ മൂലം ഇവിടുത്തെ ആളുകളെല്ലാം മരിച്ചു. അപ്പോൾ ഈ റിസർച്ച് പാളിപ്പോയിട്ട് അങ്ങോട്ട് ഇവിടുത്തെ അതിൻ്റെ ഉള്ളിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ല. അതായത് ആദ്യത്തെ ഇതിൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തേൽ നമ്മുടെ ഇതെന്താ ഫുഡ് വർക്കൗട്ട്. ഓ എന്നെക്കൊണ്ട് വയ്യ, ഭയങ്കര ബുദ്ധി ഞെക്കി. അങ്ങനെ റിസർച്ച് നടത്തി. അങ്ങനെ റിസർച്ച് എന്തോ പാളിപ്പോയ കാരണം അവിടെ നമ്മുടെ റിസർച്ച് പാളിപ്പോയതുകൊണ്ട് അവിടെ സോംബീസ് ഇറങ്ങി. അപ്പോൾ ഈ സോംബീസ് എന്ത് ചെയ്തു, അവിടുത്തെ
അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം, അതായത് സ്റ്റാർട്ടിങ് ഒരു നേരെയുള്ള വഴിയാണ് അത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി വെച്ച് കഴിഞ്ഞാൽ ഞാനില്ല, ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പം എന്തെങ്കിലും നമുക്ക് ഡെഡ് ആവാണ്ട് ജീവിക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ ബാൻഡേജ് ഉണ്ടാക്കാം, ഡെഡ് ആവാണ്ട് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡെഡ് ആയാൽ തന്നെ സാധനങ്ങളെല്ലാം ഒന്നെങ്കിൽ അവിടെ വീഴും, അല്ലെങ്കിൽ അത് ടീസ്പൂണോ. അപ്പോൾ വെറുതെ നമ്മളൊരു എന്താ പറയുക, എന്താ പറയുക, റിസ്ക് എടുക്കുന്നത് നല്ലതല്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സോംബിനെ തന്നെ കൊല്ലണമെങ്കിൽ 200 ലെവലാണ്. 200 മീൻസ് നിങ്ങളിപ്പോൾ മറ്റേ കണ്ടല്ലോ, ഡിയറിനെ വന്നപ്പോൾ കണ്ടല്ലോ, ഒരു ഡിയറിനെ ഹെൽത്ത് കണ്ടല്ലോ, 150 ഹെൽത്ത്. അതുപോലെ തന്നെ മറ്റേ സോംബീസിന് ഉള്ളത് ഇത് മെറ്റൽ ഫ്രാഗ്മെൻ്റ് ആണില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് മാറിക്കഴിഞ്ഞാൽ സുൽഫർ, ഈ കാണുന്ന സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സുൽഫർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്ലാസ് കിട്ടിയില്ല, ബ്രിക്ക് കിട്ടിയില്ല, കോപ്പറില്ല, ചാർക്കോൾ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഭയങ്കര ഇതായിരുന്നു അതിൽ എല്ലാതും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, അപ്പം തന്നെ ഡെഡായി. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഞാൻ കയറിപ്പോയി. പക്ഷേ ഇതായപ്പോഴത്തേനും ഞാനതിൽ മരിച്ചു. അത് വീണു ഞാൻ. അല്ല, അതിൽ ഹെൽത്ത് കുറവായിരുന്നു എനിക്ക്. അങ്ങനെ തന്നെ ആ തെണ്ടികളെല്ലാവരും കൂടി, ഒരാളുണ്ടായിരുന്നുള്ളൂ ഒരു 200 ലെവലിൽ. അതിൽ തന്നെ നമ്മുടെ കത്തി എടുത്തപ്പോഴും അവറ്റകൾക്കൊന്നും ഒന്നും പറ്റിയില്ല, കുറച്ച് ഹെൽത്തേ കുറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഡെഡായി. അതാണ് ഞാനത് ഡെമോ കളിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പ്രോഗ്രസ് ആയ നിലയ്ക്ക് നമ്മൾ നമ്മുടെ ഓഷൻ ഈസ് ഹോമിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബിൽക്കേക്ക് ഇത് എല്ലാം ചെയ്യാം. ഒന്നും വേണ്ട, എല്ലാം ചെയ്തോളി. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ബൈ.